ഓസിലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ NCERT എക്സാമ്പിൾസാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓൺ ആൻ ആവറേജ് എ ഹ്യൂമൻ ഹാർട്ട് ഈസ് ഫൗണ്ട് ടു ബീറ്റ് 75 ടൈംസ് ഇൻ എ മിനിറ്റ്. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഫ്രീക്വൻസി ആൻഡ് പീരീഡ്. ഫ്രീക്വൻസിയും കാണണം, പീരീഡും കാണണം. അപ്പോൾ നമുക്കറിയാം ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡാണ് എന്ന് പറഞ്ഞ് ഒരു നമ്പറാണെന്ന് വിചാരിച്ച് അതൊരു ഇൻറ്റീജർ ആവണമെന്നില്ല. ഇപ്പോൾ നമുക്ക് ഇതിൽ 75 ടൈംസ് ഇൻ എ മിനിറ്റ് ആയതുകൊണ്ട് 75/1 മിനിറ്റ്, അതായത് 75/60 സെക്കൻഡ്സ്. അപ്പോൾ നമുക്ക് 1.25 സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് കിട്ടും. അല്ലെങ്കിൽ അത് ഹേർട്സിൽ എഴുതുകയാണെങ്കിൽ 1.25 ഹേർട്സ് എന്ന് എഴുതിയാലും മതി. ഇനി അതിൻ്റെ ടൈം പീരീഡ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രീക്വൻസിയുടെ ഇൻവേഴ്സാണ് ടൈം പീരീഡ്, അതുകൊണ്ട് 1/1.25. ടൈം പീരീഡിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആയതുകൊണ്ട് സെക്കൻഡ് എന്ന് എഴുതാം. അങ്ങനെ ഫ്രീക്വൻസിയും പീരീഡും ആണ് ഈ പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ചത്. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് 4 ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് പീരിയോഡിക് ആണോ നോൺ പീരിയോഡിക് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അതിൽ ആദ്യത്തെ ഫങ്ഷനാണ് sin ωt പ്ലസ് കോസ് ωt എന്നുള്ളത്. അതിൽ sin ωt പ്ലസ് കോസ് ωtനെ √2, ഇതിൻ്റെ ആൻസറിൽ √2 sin ωt പ്ലസ് π/4 എന്നാണ് എഴുതിയിട്ടുള്ളത്. എങ്ങനെ വന്നു ഈ ഇക്വേഷൻ എന്നുള്ളത് നമ്മുടെ NCERT ടെക്സ്റ്റിൽ തന്നെ മുകൾ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് a sin ωt പ്ലസ് b കോസ് ωt എന്നുള്ളതാണ് ഫങ്ഷൻ എങ്കിൽ അതിനെ നമുക്ക് എക്ക് d കോസ് ഫൈ എന്നും ബിക്ക് d സൈൻ ഫൈ എന്നും കൊടുക്കാം. അങ്ങനെ അതിനെ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് വെച്ച് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് d സൈൻ ωt പ്ലസ് ഫൈ എന്ന് കിട്ടും. എക്ക് d കോസ് ഫൈയും ബിക്ക് d സൈൻ ഫൈയും കൊടുത്തിട്ട് ട്രിഗണോമെട്രിക് റിലേഷൻ വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ റിലേഷൻ കിട്ടുക, d സൈൻ ωt പ്ലസ് ഫൈ എന്നുള്ളത്. അതായത് ഈ റിലേഷൻ d കോസ് ഫൈ സൈൻ ωt പ്ലസ് d സൈൻ ഫൈ കോസ് ωt എന്നായി മാറും. അത് എന്ന് പറയുന്നത് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്നുള്ള ഫോർമാറ്റിലാവുകയും അതിൻ്റെ സിംപ്ലിഫിക്കേഷനാണ് ഈ റിലേഷൻ. അങ്ങനെ ആ ഒരു മെത്തേഡിലാണ് ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യനെയും ഇവിടെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എയുടെയും ഈ ക്വസ്റ്റ്യനിൽ എയുടെയും ബിയുടെയും സ്ഥാനത്ത് ഇവിടെ 1 ആണ്. അപ്പോൾ d എന്ന് പറയുന്നത് നമുക്ക് √1 + 1 അഥവാ √2 കിട്ടും. അങ്ങനെയാണ് ഇത് √2 സൈൻ ഡിയുടെ സ്ഥാനത്ത് √2 എന്നും പിന്നെ സൈൻ ωt പ്ലസ് ഫൈ എന്നുള്ളത് നമുക്ക് π/4 എന്നും കിട്ടും. π/4 കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫൈ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് b/a ആണ്. ബിയും എയും 1 ആണ്. അപ്പോൾ 1/1 എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് 1. ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ 45 ആണ്. 545 എന്ന് കിട്ടും. 45 എന്ന് പറഞ്ഞാൽ π/4 ആണ്. അപ്പോൾ ഈ sin ωt പ്ലസ് കോസ് ωt എന്ന ഫംഗ്ഷനെ ഇതിൻ്റെ തൊട്ട് മുന്നിൽ കൊടുത്തിട്ടുള്ള ആ സിംപ്ലിഫിക്കേഷൻ പ്രകാരം സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടി. അപ്പോൾ നമ്മളുടെ പീരിയോഡിക് ഫംഗ്ഷൻ്റെ ജനറൽ ഫോർമാറ്റാണ്, ഫംഗ്ഷൻ ഓഫ് ടിയുടെ ജനറൽ ഫോർമാറ്റാണ് ഇത്. അതായത് √2ൻ്റെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു ആംപ്ലിറ്റ്യൂഡ് സൈൻ ωt പ്ലസ് ഫൈ. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്താണ്, പീരിയോഡിക് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഈ പീരിയോഡിക് ഫംഗ്ഷൻ്റെ ടൈം പീരീഡ് എന്തായിരിക്കും, 2π/ω ആണ് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഫംഗ്ഷൻ്റെ ടൈം പീരീഡ്. കാരണം നമ്മൾ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ക്യാപിറ്റൽ T = 2π/ω. എങ്ങനെയുള്ള ഫംഗ്ഷന്, ഇപ്പോൾ കോസ് ωt പ്ലസ് ഫൈ ഈ ഫോർമാറ്റിലിരിക്കുന്ന ഒരു ഫംഗ്ഷൻ്റെ ടൈം പീരീഡ് 2π/ω ആണ്. അതുകൊണ്ടാണ് ഇവിടെ ടൈം പീരീഡ് 2π/ω എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്.
ഇനി സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് സൈൻ ഒമേഗ ടി പ്ലസ് കോസ് 2 ഒമേഗ ടി പ്ലസ് സൈൻ 4 ഒമേഗ ടി എന്നുള്ളതാണ്. ഇതിൽ ഓരോ ടേമും പീരിയോഡിക്കാണ്. അത് നമുക്ക് എങ്ങനെയാണ് പ്രൂവ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ സൈൻ ഒമേഗ ടി എന്ന് പറയുന്നതിനെ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈൻ ഒമേഗ ടി പ്ലസ് 5 ഇങ്ങനെയുള്ളൊരു ഫംഗ്ഷന് ഇതാണല്ലോ ജനറൽ ആയിട്ടുള്ള ഫോർമുല. ഏതിൻ്റെ പീരിയോഡിക് ഫംഗ്ഷൻ്റെ, അതായത് ഫംഗ്ഷൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് 5 അല്ലെങ്കിൽ കോസ്. ഇത് ഏതായാലും കുഴപ്പമില്ല. കോസ് എന്ന് വരുന്നത് എക്സ് ആക്സിസിലെ പ്രൊജക്ഷൻ ആകുമ്പോൾ കോസ് എന്നും വൈ ആക്സിസിലെ പ്രൊജക്ഷൻ ആകുമ്പോൾ സൈൻ വെച്ചിട്ടും പറയും. ഇത് രണ്ടും സെയിം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് നമുക്കറിയാം അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ടി ആണ്. ഇപ്പോൾ നമ്മൾ അതിനെ T0 എന്ന് വിളിക്കാമെന്ന് വിചാരിക്കുക. സൈൻ ഒമേഗ ടിയുടെ ടൈം പീരീഡ് T0 ആണ് എന്ന് വിചാരിക്കുക. അടുത്ത ഫംഗ്ഷൻ അവർ തന്നിട്ടുള്ളത് കോസ് 2 ഒമേഗ ടി ആണ്. കോസ് 2 ഒമേഗ ടീനെ നമുക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ കോസ് 2 ഒമേഗ ടി, ഇതിനെ നമ്മൾക്ക് സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതാം. കോസ് 2 ഒമേഗ ടി പ്ലസ് 2π. അതായത് ഈ 2π ആഡ് ചെയ്താലും ഈ ഫംഗ്ഷന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിതിൽ കോസ് 2 ഒമേഗനെ ഔട്ട്സൈഡ് എടുത്താൽ ടി പ്ലസ് 2π, ഈ 2 ഒമേഗനെ അടിയിലേക്ക് എടുക്കണമല്ലോ, 2 ഒമേഗ എന്ന് വരും. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിലെ 2π/ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കോസ് 2 ഒമേഗ ടി പ്ലസ് 2π/ഒമേഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ T0 ആണ്. അതായത് സാധാരണ ടൈം പീരീഡിൻ്റെ ഇക്വേഷനാണ്. അതിന് നമ്മൾ ആദ്യത്തേന് T0 എന്ന് കൊടുത്ത കാരണം നമ്മളതിന് T0 എന്ന് വിളിക്കുന്നു. ബൈ ഇവിടെ ഒരു 2 ഉണ്ട്, അപ്പോൾ T0/2. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ ഏതായിരുന്നു, സൈൻ ഒമേഗ ടി ആയിരുന്നു. അതിൻ്റെ ടൈം പീരീഡ് T0 ആണെങ്കിൽ അടുത്തത് കോസ് 2 ഒമേഗയാണ്. അതിൻ്റെ ടൈം പീരീഡ് നമുക്ക് ഒരു ഹാഫ് T0/2 എന്ന് കിട്ടി. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈൻ 4 ഒമേഗ ടി ആണ്. ഇതേപോലെ തന്നെ നമ്മൾ ഫംഗ്ഷൻ ചെയ്തു വരുമ്പോൾ നമുക്ക് സൈൻ 4 ഒമേഗ ടി പ്ലസ് 2π നേരത്തെ ചെയ്ത പോലെ തന്നെ ആഡ് ചെയ്താൽ അതിന് ഡിഫറൻസ് ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് 2π ആഡ് ചെയ്തു. ബൈ 2 ഒമേഗയുടെ സ്ഥാനത്ത് ഇവിടെ 4 ഒമേഗ എന്ന് വരും. അപ്പോൾ നമുക്ക് ജനറലി ഇതിൻ്റെ ടൈം പീരീഡ് ഇത് T0 ആണ് ബൈ 4 എന്ന് കിട്ടും. അതായത് നമുക്ക് സൈൻ 4 ഒമേഗ ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ടൈം പീരീഡ് T0/4 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തതിൻ്റെ സൈൻ ഒമേഗ ഫംഗ്ഷൻ T0, പിന്നത്തെ ഫംഗ്ഷൻ T0/2, പിന്നത്തെ ഫംഗ്ഷൻ T0/4 എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ ഒരു ഗ്രാഫിക്കലായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ വേണമെങ്കിൽ കാണിക്കാം. ഇപ്പോൾ ഇത് രണ്ടാമത്തേൻ്റെ ടൈം പീരീഡ് ഇതാണെന്ന് വിചാരിക്കുക. അതായത് T0/2 ഇത് രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ ടൈം പീരീഡാണ് ഈ കാണിച്ചത്. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഡബിള് വരും. അതായത് ഇത്രയും T0/2 ആണെങ്കിൽ ഇതിൻ്റെ ഡബിളിലാണ് ആദ്യത്തത് T0 എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടാമത്തേൻ്റെ വേവ് ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ കഴിയാനെടുത്ത സമയം T0/2 ആണെങ്കിൽ ആദ്യത്തെ വേവ് T0 ആണ്. അതായത് അതിൻ്റെ ഡബിൾ സമയം എടുത്തു എന്നർത്ഥം. അതുപോലെ നമുക്ക് മൂന്നാമത്തത് T0/4 ആയതുകൊണ്ട് ഇതിൻ്റെ ഇവിടെ ആയിരിക്കും T0/4 എന്ന് പറഞ്ഞാൽ വരുന്നത്. ഇത്രയും ഇതിൽ T0/4 നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ e⁻⁻ ആണ്. ടൈം അനുസരിച്ച് അതായത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ടൈം നമ്മൾ 1 2 3 എന്ന് കൊടുത്തു നോക്കുക. എന്നിട്ട് നമ്മൾ e⁻⁻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് അത് നമ്മൾ ഗ്രാഫിക്കലായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്താൽ
നമുക്കിവിടെ ടൈം ഇവിടെ e⁻⁻t റെപ്രസെൻ്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫായിട്ടാണ് കിട്ടുക. അതായത് ഇറ്റ് ഈസ് ഒരു ഡയറക്ഷനിൽ മാത്രം മോണോട്ടോണിക്കലി എന്നതിൽ പറയുന്നുണ്ട്. അതായത് ഒരു ഡയറക്ഷൻ ഇവിടെ നമ്മുടെ ടെക്സ്റ്റിൽ മോണോട്ടോണിക്കലി ഇറ്റ് ഡിക്രീസസ് മോണോട്ടോണിക്കലി എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. അതായത് ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. മറ്റ് ഫങ്ഷൻസൊക്കെ നമുക്കിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് അത് പീരിയോഡിക് ആണെന്ന് നമ്മൾ പറഞ്ഞത്. ഇത് പക്ഷേ ഡിക്രീസ് ചെയ്യുകയാണ്, അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. മാത്രമല്ല ടൈം ഇൻഫിനിറ്റി ആകുമ്പോൾ അത് 0യിൽ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ 4th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോഗ് ഒമേഗ ടി ആണ്. ലോഗ് ഒമേഗ ടിയുടെ ഗ്രാഫും ഇതേപോലെ തന്നെ നമ്മൾ ടൈം അനുസരിച്ച് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അത് ഇൻക്രീസിങ് ആയിട്ടാണ് കാണിക്കുക. ഇവിടെ ടിയും ഇവിടെ ലോഗ് ഒമേഗ ടിയും കാണിച്ചു കഴിഞ്ഞാൽ ഇത് ഇൻക്രീസിങ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. അത് ഒരു ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കിട്ടും, അതും റിപ്പീറ്റ് ചെയ്യില്ല. അപ്പോൾ ലാസ്റ്റത്തെ 2 റിപ്പീറ്റ് ചെയ്യാത്തത് കൊണ്ട് അത് നോൺ പീരിയോഡിക്കും ഇതിലെ ഓരോ ടേമും പീരിയോഡിക്കായിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ അടുത്ത എക്സാമ്പിൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻ ഓഫ് ടൈം റെപ്രസെൻറ്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആൻഡ് പീരിയോഡിക് ബട്ട് നോട്ട് സിമ്പിൾ ഹാർമോണിക്. ഇത് സിമ്പിൾ ഹാർമോണിക് ആണോ പീരിയോഡിക് ആണ് പക്ഷേ സിമ്പിൾ ഹാർമോണിക് അല്ല. ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നു ഈ ഫങ്ഷൻസ് എന്നുള്ളതാണ് ഇതിലെ ചോദ്യം. ഈ ക്വസ്റ്റ്യനിൽ ഈ 2 ഫങ്ഷൻസാണ് തന്നിട്ടുള്ളത്. സൈൻ ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി, അതുപോലെ തന്നെ സൈൻ സ്ക്വയർ ഒമേഗ ടി. ഇത് പീരിയോഡിക് ആണോ അതുപോലെ തന്നെ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണോ എന്നുള്ളതാണ്. അപ്പോൾ സൈൻ ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി എന്ന് പറയുന്നതിന് ഏകദേശം ഈക്വലൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ് നമ്മൾ തൊട്ട് മുന്നേ ചെയ്തത്. സൈൻ ഒമേഗ ടി പ്ലസ് കോസ് ഒമേഗ ടി. അതിനെ എങ്ങനെയാണ് അത് √2 സൈൻ ഒമേഗ ടി പ്ലസ് π/4 ആയത് എന്ന് നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ കണ്ടിരുന്നു. അപ്പോൾ ഇവിടെ പ്ലസ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ അടുത്ത പ്രോബ്ലത്തിൽ ഇവിടെ മൈനസ് ആവുമ്പോൾ ആ ആൻസർ എന്താവും? പ്ലസിന് പകരം മൈനസ് ആയിട്ട് വരും. അപ്പോൾ ഇത് ഈ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ എന്നുള്ളതാണ്. അതായത് ഇതേ ഫോമിലുള്ള ഒരു ഇക്വേഷൻ തന്നെയാണ് ഇവിടെ സൈൻ വെച്ചിട്ട് കിട്ടിയത്. അപ്പോൾ നമുക്ക് സൈൻ ആയാലും കോസ് ആയാലും കുഴപ്പമില്ല, അവ തമ്മിൽ ഒരു 90 ഡിഗ്രിയുടെ ഡിഫറൻസ് ഉണ്ടായിരിക്കും എന്ന് മാത്രം. അപ്പോൾ ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ ഒമേഗ ടി ആണ്. സൈൻ സ്ക്വയർ ഒമേഗ ടീനെ നമുക്ക് അറിയാവുന്നതിൻ്റെ രൂപത്തിലേക്ക് ആക്കി നമുക്ക് മാറ്റണം. എന്നിട്ട് വേണം നമുക്കത് സിമ്പിൾ ഹാർമോണിക് ആണോ പീരിയോഡിക് ആണോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ട്രിഗണോമെട്രിക് റിലേഷൻ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് നമുക്ക് 1 - cos 2x/2 എന്നെഴുതാം. ഇതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ ഇതിന് സൈൻ സ്ക്വയർ എക്സിൻ്റെ റിലേഷൻ ട്രിഗണോമെട്രിക് റിലേഷൻ ഉള്ളതാണ് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 - cos 2x/2 എന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ ഒമേഗ ടി ആണ്. അപ്പോൾ നമുക്കിതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയാൽ 1/2 - 1/2 cos 2x എന്ന് കൊടുക്കാം. ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്കിവിടെ ഒമേഗ ടി ആണ്. കോസ് 2 ഒമേഗ ടി എന്ന് കിട്ടും. ഇനി ഈ കോസ് 2 ഒമേഗ ടി എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് ആണ് എന്ന് നമ്മൾ തൊട്ട് മുന്നത്തെ ഈ ടേം വെച്ച് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അന്ന് ഈ ടേമിൻ്റെ ടൈം പീരീഡ് നമുക്ക് T0/2 എന്നാണ് കിട്ടിയത്. അതായത് T0 എന്ന് പറയുന്നത് 2π/ω ആണ്. T0/2 എന്ന് പറയുമ്പോൾ
ഒരു 2 കൂടെ അഡീഷണൽ ചേർത്ത 2 വെട്ടിപ്പോയി. π/ω അതിൻ്റെ ടൈം പീരീഡ് എന്ന് കിട്ടും. നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തുകൊണ്ട് നമുക്ക് π/ω അതിൻ്റെ ടൈം പീരീഡ് എന്ന് കിട്ടും. പിന്നെ തൊട്ട് മുന്നത്തെ അതായത് ഈ ആദ്യത്തെ sin ωt - cos ωtയിൽ ടെക്സ്റ്റിൽ π/4 അതിൻ്റെ ഇനീഷ്യൽ ഫേസ് കൊടുത്തിട്ടുണ്ട്, 7π/4 എന്നും കൊടുത്തിട്ടുണ്ട്. അതായത് അത് ഒന്നുമില്ല, π/4ൻ്റെ കൂടെ -π/4 ആണല്ലോ, പ്ലസ് 2π. അങ്ങനെ എത്ര 2πകൾ ആഡ് ചെയ്താലും അത് റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇതിങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -π പ്ലസ് 8π/4 എന്ന് കിട്ടും. അതായത് 7, ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 7π/4. അങ്ങനെയാണ് 7π/4ഉം അവർ ഫേസ് ആംഗിൾ അല്ലെങ്കിൽ ഇനീഷ്യൽ ഫേസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ബോഡി SHMലാണ്. അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് x = 5 cos ഇങ്ങനൊരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അറ്റ് t 1.5 സെക്കൻഡ്സിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണണം, സ്പീഡ് കാണണം, ആക്സിലറേഷൻ കാണണം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ ഇവർ തന്നതിൽ തന്നെ ടിയുടെ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. ടിയുടെ വാല്യൂ t 1.5 ആയിരുന്നു തന്നത് കൊണ്ട് 5 cos t 2π × 1.5, ടിക്ക് 1.5 കൊടുക്കുക. അങ്ങനെയാണ് അത് മൊത്തത്തിൽ 3π ആയി മാറിയത്, പ്ലസ് π/4. ഇത് കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അടുത്തത് സ്പീഡാണ്. സ്പീഡിന് തൊട്ട് മുൻപ് നമ്മൾ ഡെറിവേഷൻ വെലോസിറ്റിയുടെ ഡിറൈവ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഫംഗ്ഷൻ കിട്ടുന്നുണ്ട്, -ω a sin ωt + 5. ഈ ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ a എന്ന് പറയുന്നത് 5 ആണ്. അതുപോലെ തന്നെ ഒമേഗ എന്ന് പറയുന്നത് ഈ ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്, 2πt എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ജനറൽ ഇക്വേഷൻ നോക്കിയാൽ നമുക്കറിയാം ഇത് ωt ആണ്. അപ്പോൾ ωt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗയുടെ സ്ഥാനത്ത് ഇവിടെ 2π ആണ്. അങ്ങനെ ഒമേഗയ്ക്ക് 2π കൊടുക്കുന്നു. പിന്നെ ടി നേരത്തെ പോലെ തന്നെ 1.5 കൊടുത്തു. അങ്ങനെ ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് 5 മൈനസ് ഒമേഗയ്ക്ക് 2π സൈൻ, അതുപോലെ തന്നെ 2π ടി എന്നുള്ളിടത്ത് ടിക്ക് 1.5 കൊടുത്തു. ആ ഇക്വേഷൻ്റെ ഡയറക്റ്റ് കൊടുത്താൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. അതുപോലെ അടുത്തത് ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ ഇതുപോലെ തന്നെ ഡിറൈവ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്, -ω² x ഓഫ് ടി എന്നുള്ളത് നോക്കണ്ട, -ω² x. അതിൽ ഒമേഗയുടെ വാല്യൂ നമുക്കറിയാം 2π ആണ്. അങ്ങനെ ഒമേഗയുടെ വാല്യൂ നമ്മളിവിടെ 2π കൊടുത്തു. അപ്പോൾ ω² ആയതുകൊണ്ട് 2π². എക്സ് നമ്മൾ തൊട്ട് മുൻപ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, തൊട്ട് ഫസ്റ്റത്തേൽ കണ്ടുപിടിച്ച എക്സ് ആണിത്. അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യൂണിറ്റ് m/s². അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 ഐഡൻറ്റിക്കൽ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് k ആണ് രണ്ടിൻ്റെയും. അതിൽ ഒരു മാസുള്ളൊരു ബ്ലോക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതൊരു ഫിക്സഡ് സപ്പോർട്ട് ചെയ്തിരിക്കുക 2 എൻഡും. എന്നിട്ട് ഈ മാസ് ഇക്വിലിബ്രിയത്തിൽ നിന്ന് 2 സൈഡിലേക്കും അതിനെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. അതിൻ്റെ പീരീഡാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ. അതായത് ഇതാണ് മാസ്. ഇതൊരു ഫിക്സഡ് സപ്പോർട്ട് ചെയ്ത കണക്കാണ്. ഇത് രണ്ടും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള സ്പ്രിങ് കോൺസ്റ്റൻറ്റ് k ആയിട്ടുള്ളത്. അപ്പോൾ ഈ മാസിനെ ഇങ്ങോട്ട് വലിക്കുകയാണെന്ന് വിചാരിക്കുക. ആ ചിത്രമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഈ സ്പ്രിങ് ഇതുമ്മ F2 എന്ന ഫോഴ്സും ഈ സ്പ്രിങ് ഇതുമ്മ F1 എന്ന ഫോഴ്സും അപ്ലൈ ചെയ്യും. അതായത് ഈ മാസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പ്രിങ് ഇലോങ്ങേറ്റ് ചെയ്യുകയും ഇത് കൺട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. പക്ഷേ ഈ 2 സ്പ്രിങ്ങുകളും ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ സെയിം ആയിരിക്കും. കാരണം
ഈ സ്പ്രിങ് എന്ന് പറയുന്നത് ഇതിനെ പുഷ് ചെയ്യുകയും അതുപോലെ ഈ സ്പ്രിങ് എന്ന് പറയുന്നത് ഇതിനെ പുൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പുഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇതിനെ പിടിച്ച് വലിക്കുക, പുള്ള് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷനും ഇങ്ങോട്ടാണ്. അപ്പോൾ രണ്ട് ഫോഴ്സും ഒരേ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുക. അതായത് ഫോഴ്സ് ആക്ടിങ് ടുവേർഡ്സ് ദ മെയിൻ പൊസിഷൻ. നമുക്കറിയാം സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മെയിൻ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫോഴ്സ് ഓൾവേസ് ആക്ട് ടുവേർഡ്സ് ദ മെയിൻ പൊസിഷൻ ആൻഡ് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ്. അങ്ങനെയുള്ള ആ ലോ, അപ്പോൾ ആ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം F1 = -kx ആണ്. F2 -kx ആയിരിക്കും, കാരണം രണ്ടും ഒരേ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് -2kx എന്ന് വരും. അപ്പോൾ തന്നെ നമ്മൾ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ 2π√m/k എന്നുള്ളത് പഠിച്ചതിന് പകരം ഇവിടെ m/2k എന്നാണ് ടൈം പീരീഡ് വരിക. നമ്മുടെ അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് എ ബ്ലോക്ക് ഹൂസ് മാസ് ഈസ് 1 കിലോഗ്രാം. അപ്പോൾ m തന്നിട്ടുണ്ട്. ഈസ് ഫാസ്റ്റൻഡ് ടു എ സ്പ്രിങ്. ഇത് സ്പ്രിങ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട് 15. പിന്നെ ദ ബ്ലോക്ക് ഈസ് പുൾ ടു എ ഡിസ്റ്റൻസ് x = 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഈ 10 സെൻറ്റിമീറ്റർ. അതായത് നമുക്കിതിനെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. പിന്നെ ഇക്വിലിബ്രിയം പൊസിഷൻ, കാൽക്കുലേറ്റ് ദ കൈനറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് ടോട്ടൽ എനർജി. അപ്പോൾ നമുക്ക് ഇവർ തന്നിട്ടുള്ളത് m തന്നിട്ടുണ്ട്, k തന്നിട്ടുണ്ട്, a തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണേണ്ടത് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി എപ്പോഴത്തെ 5 സെൻറ്റിമീറ്റർ അവേ, അതായത് x = 5 സെൻറ്റിമീറ്റർ ആവുന്ന സമയത്ത് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ഒക്കെയാണ് കാണേണ്ടത്. അപ്പം നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനും ഒക്കെ നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ ഒമേഗ = √k/m വെച്ച് ഒമേഗ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ഈ കെയും എയും ഒക്കെ വെച്ചിട്ട് നമുക്ക് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണെന്ന് നോക്കാം. അതായത് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് കൈനറ്റിക് എനർജി = ½ mω² a² - x² ആണ്. അതിൽ ഈ mω² എന്ന് പറഞ്ഞാൽ k തന്നെയാണ്. k ആണ് mω² എന്ന് പറയുന്നത്. k ആണ് a² - x². നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടു, k തന്നിട്ടുണ്ട്, a തന്നിട്ടുണ്ട്, m തന്നിട്ടുണ്ട്, x തന്നിട്ടുണ്ട്. അപ്പോൾ kയും എയും എക്സും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 0.185 ഒരു 3 ഡിജിറ്റൊക്കെ വരുന്നുണ്ട് ഇവിടെ. അതിനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ എഴുതിയതാണ് കൈനറ്റിക് എനർജി. അതുപോലെ തന്നെ kx² നമ്മൾ പഠിച്ചത് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ½ mω² x² എന്നായിരുന്നു. അതിൽ ഈ mω²ന് k എന്ന് കൊടുക്കാം. k ആണ് അവർ തന്നിട്ടുള്ളത്. അപ്പോൾ ആ k കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ kx² നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പൊട്ടൻഷ്യൽ എനർജി കിട്ടും. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ അത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് ടോട്ടൽ എനർജി നമുക്ക് കിട്ടും. ഇനി അതല്ല, m വെച്ചിട്ട് ഒമേഗ വെച്ചിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ അത് കുറച്ചുകൂടെ പണിയുണ്ടെന്ന് മാത്രം. നമുക്ക് ഡയറക്റ്റായിട്ട് k വെച്ചിട്ട്, k തന്നിട്ടുള്ള സ്ഥിതിക്ക് k വെച്ചിട്ട് ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ലെങ്ത് ഓഫ് സിമ്പിൾ പെൻഡുലം വിച്ച് ടിക്ക് സെക്കൻഡ്സ്. ടിക്ക് സെക്കൻഡ്സ് എൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2 സെക്കൻഡ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ നമ്മൾക്ക് ഓൾറെഡി ബൈ ഹാർട്ട് ചെയ്യുന്നതാണ്. സിമ്പിൾ പെൻഡുലത്തിൻ്റെ 2π√L/g. അതിനെ നമ്മൾ ഇവിടെയും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് t² = 4π² L/g എന്നാവും. ഇനി അതിന് എല്ലിനെ മാത്രം ഒറ്റയ്ക്ക് നിർത്തിയാൽ ഈ g പുറത്തോട്ട് പോവും. അപ്പോൾ gt² ആവും, 4π² അടിയിലേക്ക് വരും. അങ്ങനെ L കിട്ടും. അതിൽ നമ്മളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏതൊക്കെ? ജിക്ക് 9.8, t നമ്മൾ പറഞ്ഞു 2 സെക്കൻഡ് ആയതുകൊണ്ട് t² 4, 4π² ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 1 മീറ്റർ ലെങ്ത്താണ് സെക്കൻഡ്സ് പെൻഡുലം, അഥവാ ദാറ്റ് ടിക്സ് സെക്കൻഡ്സ്. അതിൻ്റെ ലെങ്ത്ത് 1 മീറ്റർ ആണ് എന്ന് കിട്ടും.